ഉത്തരവിന് അതിന്റെ പിൻബലത്തിൽ 2:30 മണിക്ക് ഉത്തരവ് വരുമ്പോൾ 4:30 മണിക്ക് 19 കൗൺസിലർമാരെയും സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത മേയറാണ്. ഈ മേയർ ഈ സഭയിലെ അംഗങ്ങളായിട്ടുള്ള ആളുകളെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തുന്നതിന് വേണ്ടിയുള്ള അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളില്ലാതെ ജനാധിപത്യ വിരുദ്ധമായ രൂപത്തിലാണ് അഹങ്കാരത്തോടെ ഈ മുന്നോട്ട് പോയിട്ടുള്ളത്. ഞങ്ങളിന്ന് മേയറുടെ ഓഫീസിന്റെ നടയിൽ ഈ സമരം നടത്തുന്നതും അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. കാരണം ഇത്തരം ഒരു നടപടികളുമായിട്ടാണ് മേയർ മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിനെ നേരിടുവാൻ ഈ മേയറുടെ ഓഫീസിനുള്ളിൽ കയറി ദിവസവും പ്രവർത്തിക്കാനുള്ള അവസരം നിഷേധിക്കുന്ന രൂപത്തിലുള്ള സമരപരിപാടികൾ നടത്താൻ LDF-ന്റെ നേതൃത്വത്തിലുള്ള കൗൺസിലർമാർ തയ്യാറാകുമെന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് ഇവിടെ സൂചിപ്പിക്കുവാനുള്ളത്. തികച്ചും ആദ്യമേ പറഞ്ഞു, ജനാധിപത്യ രൂപത്തിലുള്ള സമരമാണ്. ഈ സമരത്തെ അതേ അർത്ഥത്തിൽ കാണാനുള്ള സമചിത്തതയാണ് ഈ മേയർക്കുണ്ടാകേണ്ടത്. എന്ത് വില കൊടുത്തുകൊണ്ടും അത്തരമൊരു സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ അതിനെ നേരിടുവാൻ കഴിയുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ഇടപെടും. ആ രൂപത്തിൽ ഈ ഓഫീസിനകത്ത് കടന്ന് ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്ന രൂപത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത്തരം സമരമടക്കം പ്ലാൻ ചെയ്യുന്ന രീതിയിലായിരിക്കും വരും ദിവസങ്ങളിൽ ഞങ്ങൾ നേരിടാൻ പോകുന്നത്. എന്ത് വില കൊടുത്തുകൊണ്ടും ആ രൂപത്തിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഒരു കാരണവശാലും ഈ സമരത്തെ നേരിട്ടുകൊണ്ട് ഓഫീസിനുള്ളിൽ കടന്ന് മുന്നോട്ട് പോകാമെന്നുള്ള ധാരണയിലാണ് മേയർ മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള സമര പരിപാടികളായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്. അത് ഞങ്ങൾ അറസ്റ്റ് ചെയ്യാനും മുന്നോട്ട് പോകാനും പോലീസ് അടക്കമുള്ള ആളുകളെ അനുവദിക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് വളരെ ശക്തമായി തന്നെ അത്തരം നടപടികളെ നേരിടുവാൻ LDF-ന്റെ കൗൺസിലർമാർ തയ്യാറാകുമെന്നുള്ള കാര്യം മാത്രമാണ് ഈ അവസരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. Hello, Mr.